നമസ്കാരം. ആദ്യ ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നുള്ള മിക്ക US ഇറക്കുമതികൾക്കും ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ 50% തീരുവ നടപ്പിൽ വന്നു. വ്യാപാര പ്രതിസന്ധി ഉണ്ടായേക്കാമെന്ന് ഇന്ത്യ. രാജ്യത്തെ ഉൽപാദന മേഖല കടുത്ത ആശങ്കയിൽ. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര സംഘർഷം രൂക്ഷമാകുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുള്ള ഫോൺ കോളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ചതായി റിപ്പോർട്ട്. UK മുതിർന്നവരിൽ പകുതിയും തങ്ങളുടെ ജോലിയിൽ കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനത്തെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് TUC പോൾ നടത്തിയ വോട്ടെടുപ്പ്. കാനഡയിൽ വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട് തീർപ്പാക്കേണ്ട പരാതികളുടെ എണ്ണം 2028 ആകുമ്പോഴേക്കും 1,26,000 വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. ഷാർജയുടെ വികസനത്തിന് വേഗം കൂട്ടി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സ്റ്റേഷൻ എമിറേറ്റ്സിൽ തുറക്കുന്നു. വാർത്തകൾ വിശദമായി. റഷ്യൻ എണ്ണ വിലക്കുറവിൽ വാങ്ങുന്നതിന് ശിക്ഷ എന്ന ന്യായീകരണവുമായി ഇന്ത്യയിൽ നിന്നുള്ള മിക്ക US ഇറക്കുമതികൾക്കും ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ 50% തീരുവ നടപ്പിൽ വന്നു. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം വാഷിംഗ്ടണിൽ പ്രാബല്യത്തിൽ വന്ന തീരുവകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താനും ആഗോള വിതരണ ശൃംഖലകളെ കൂടുതൽ തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% തീരുവ ചുമത്തിയത് ഈ മാസം ആദ്യം പ്രാബല്യത്തിൽ വന്നെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് ന്യൂഡൽഹിയുടെ തെറ്റായ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് നിരക്ക് ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. താരിഫ് വർധനവിലും ട്രംപിന്റെ ഭീഷണിയിലും കുലുങ്ങാതെ മോദി സധൈര്യം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. ഒന്നും മുന്നിൽ കാണാതെ മോദി അണുവിട കുലുങ്ങാതെ നിശബ്ദം എല്ലാം നോക്കി കണ്ടുകൊണ്ട് മൗനം പാലിച്ചിരിക്കില്ല എന്നും ഉറപ്പാണ്. എന്നാൽ ട്രംപിന്റെ ഭീഷണി ഇന്നു മുതൽ യാഥാർത്ഥ്യമായി മാറുമ്പോൾ ഇന്ത്യൻ വിപണിയെ അത് പിടിച്ചു കുലുക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം മാറ്റിവെക്കാൻ കഴിയില്ല. ഇനി അതിനെ അതിജീവിക്കാനുള്ള പുതിയ വഴികൾ തേടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ സഞ്ചരിക്കേണ്ടത്. അടുത്തയാഴ്ച ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഒന്നിക്കുന്ന ലോക നേതാക്കന്മാർക്കൊക്കെ ട്രംപ് അടിച്ചേൽപ്പിച്ച താരിഫിന്റെ ഭാരം തന്നെയാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടുകെട്ടുണ്ടാകുമെന്നും അതിനു പിന്നിൽ അണിനിരന്നുകൊണ്ട് ട്രംപിനെതിരെ യുദ്ധം നയിക്കാമെന്നും കരുതുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും ചൈനീസ് ഉച്ചകോടിയെ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇന്നത്തെ പുലർച്ചെ മുതൽ ട്രംപിന്റെ താരിഫ് ഭീഷണി പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി ഉൾപ്പെടെ ഒന്ന് കുരുങ്ങി. ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്താനുള്ള കരട് ഉത്തരവ് US പുറത്തുവിട്ടതോടെ നിഫ്റ്റിയും സെൻസെക്സും ഇടിഞ്ഞു. സെൻസെക്സ് 849.37 പോയിന്റ് അഥവാ 1.04% ഇടിഞ്ഞ് 80,784.54 ലെവലിലും നിഫ്റ്റി 255.7 പോയിന്റ് അഥവാ 1.02% ഇടിഞ്ഞ് 24,712.05 ലെവലിലുമാണ് ക്ലോസ് ചെയ്തത്. 1,167 ഓഹരികൾ മുന്നേറിയപ്പോൾ 2,751 ഓഹരികളാണ് ഇടിവ് നേരിട്ടത്. 152 എണ്ണത്തിന്റെ വിലയിൽ മാറ്റമില്ല. ശ്രീറാം ഫിനാൻസ്, സൺഫാർമ, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ട്രെൻഡ് എന്നീ ഓഹരികൾ കനത്ത നഷ്ടം നേരിട്ടപ്പോൾ ഐഷർ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരുതി സുസുക്കി, നെസ്ലെ ഇന്ത്യ, ITC എന്നിവയാണ് അല്പമെങ്കിലും നേട്ടം കുറിച്ചത്. FMCG ഒഴികെയുള്ള മേഖലാ സൂചികകൾ, പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്ക്, ലോഹം, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി, ടെലികോം എന്നിവ 12% ഇടിഞ്ഞു. അതിനു പുറമെ തിരുപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ തുണിത്തര നിർമ്മാതാക്കൾ ഉൽപാദനം നിർത്തിവെച്ചതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുറം രാജ്യങ്ങളിലെ എതിരാളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വന്നതോടെയാണ് ഈ നടപടി. തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിലെ വസ്ത്ര തുണിത്തര നിർമ്മാതാക്കളാണ് ഉൽപാദനം നിർത്തിവെച്ചത്. വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ ചിലവിലുള്ള തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന എതിരാളികൾക്ക് മുന്നിൽ ഈ സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവാത്തതാണ് കാരണം. ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഏതാണ്ട് 40% US വിപണിയിലായതിനാൽ തീരുവ വർധന സ്റ്റോക്കുകളിൽ നഷ്ടത്തിനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്കും കർഷകരുടെ ദുരിതത്തിനും കാരണമാകുമെന്നും FIEO പ്രസിഡന്റ് SC റൽഹാൽ അറിയിച്ചു. അതേസമയം US തീരുവ ഉയർത്തുന്ന വലിയ വെല്ലുവിളി മറികടക്കാൻ സർക്കാരിൽ നിന്ന് അടിയന്തര സഹായം വേണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അറിയിച്ചു. ഇന്ത്യയിലെ വസ്ത്ര തുണിത്തര കയറ്റുമതിക്കാരുടെ ഭാവിയും രാജ്യത്തിനുണ്ടാകുന്ന വിദേശ നാണയ നഷ്ടവും മാത്രമല്ല, ഈ മേഖലയിലെ എണ്ണമറ്റ തൊഴിലവസരങ്ങളും 2030 $100 ബില്യൺ വസ്ത്ര തുണിത്തര കയറ്റുമതി എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കാനുള്ള സാധ്യതകളുമാണ് പ്രതിസന്ധിയിലാകുന്നതെന്നും CITI അറിയിച്ചു. ഇത്തരത്തിൽ ഓരോ വിപണിയെയും താരിഫ് പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിച്ചു തുടങ്ങുമ്പോൾ ദ്രുതഗതിയിൽ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ നിമിഷ നേരം കൊണ്ട് പിടിച്ചു നിർത്തുമെന്ന കാര്യം ഉറപ്പാണ്.
ഇന്ത്യയിൽ നിന്നുള്ള 55.8% ഉൽപ്പന്നങ്ങൾക്കും ഇന്നു മുതൽ 50% ഇരട്ടി തീരുവ പ്രാബല്യത്തിലാകുമെന്ന് US വ്യക്തമാക്കിയതോടെ രാജ്യത്തെ ഉൽപാദന മേഖല കടുത്ത ആശങ്കയിൽ. ഓഗസ്റ്റ് 7 ചുമത്തിയ 25% പകരം തീരുവയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇരട്ടിയാക്കിയിരിക്കുന്നത്. ഇതോടെ US ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യ മാറും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് മൊത്തം തീരുവ 50% ഉയർത്തിയത്. അതേസമയം റഷ്യൻ എണ്ണ വലിയ അളവിൽ വാങ്ങുന്ന ചൈനയ്ക്കും യൂറോപ്യൻ യൂണിയനും US ഇരട്ടി തീരുവ ചുമത്തിയിട്ടുമില്ല. കൃഷി, ക്ഷീരമേഖലകൾ തുറന്നു കൊടുക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെ വ്യാപാര ചർച്ചയും പാളം തെറ്റി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ചർച്ചകൾക്കായി ഇന്ത്യയിൽ എത്തേണ്ടിയിരുന്ന US സംഘം സന്ദർശനം മാറ്റിവെച്ചിരുന്നു. ഇന്ത്യയും USഉം തമ്മിലുള്ള വ്യാപാര സംഘർഷം രൂക്ഷമാകുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുള്ള ഫോൺ കോളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്കെതിരെ US തീരുവ ഇരട്ടിപ്പിച്ച നടപടി തുടങ്ങാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഇന്ത്യക്കെതിരെ 50%മായി തീരുവ ഉയർത്തിയത് അന്യായവും ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമായ തീരുമാനമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. USന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് മോസ്കോയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികൾ ആവർത്തിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. UK മുതിർന്നവരിൽ പകുതിയും തങ്ങളുടെ ജോലിയിൽ കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനത്തെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് TUC പോൾ നടത്തിയ വോട്ടെടുപ്പ് പറയുന്നു. പുതിയ സാങ്കേതിക വിദ്യകളോടുള്ള രാജ്യത്തിന്റെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന് യൂണിയൻ നേതാക്കൾ ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ഈ കണ്ടെത്തൽ. ട്രേഡ്സ് യൂണിയൻ കോൺഗ്രസിനായി സർവേയിൽ പങ്കെടുത്ത 2600 മുതിർന്നവരിൽ 51% പേർക്ക് തൊഴിൽ നഷ്ടമോ നിബന്ധനകളിലെ മാറ്റങ്ങളോ ആയിരുന്നു ഏറ്റവും വലിയ ആശങ്കകൾ. അവർ സാങ്കേതിക വിദ്യകളെ കുറിച്ച് ആശങ്കാകുലരാണെന്ന് പറഞ്ഞു. 25നും 34നും ഇടയിൽ പ്രായമുള്ള സർവേയിൽ പങ്കെടുത്തവരിൽ 2/3 തൊഴിലാളികൾക്ക് AI ഒരു പ്രത്യേക ആശങ്കയാണ്. BT, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നിവയുൾപ്പെടെയുള്ള വലിയ തൊഴിലുടമകളുടെ ഒരു നിര AIയിലെ പുരോഗതികൾ നിർത്തി ജോലികൾ വെട്ടിക്കുറച്ചേക്കാമെന്ന് വാർത്തകളുണ്ട്. ഇംഗ്ലണ്ടിലെ വൈദ്യുതി, ഗ്യാസ് നിരക്കടക്കം ഊർജ്ജ നിരക്കുകൾ കുത്തനെ കൂടുമെന്ന് സൂചന. ദശലക്ഷക്കണക്കിന് വീടുകൾക്ക് ഈ ശരത്കാലത്ത് റെഗുലേറ്റർ ഓഫ് ജം ഏറ്റവും പുതിയ വിലപരിധി പ്രഖ്യാപിക്കും. വിശദമായ റിപ്പോർട്ട് UK യൂറോപ്പ് റൗണ്ടപ്പിൽ. അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ 5 വർഷത്തിനുള്ളിൽ 6 ലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്താൻ തയ്യാറാണെന്ന് റിഫോം UK വക ഇംഗ്ലണ്ടിന് വാഗ്ദാനം. വിശദമായ റിപ്പോർട്ട് UK യൂറോപ്പ് റൗണ്ടപ്പിൽ. കാലിഫോർണിയയുടെ ഹൈസ്പീഡ് ട്രെയിനിന് പാളം വലിച്ച് ട്രംപ്. ലോസ് ഏഞ്ചൽസിനെയും സാൻ ഫ്രാൻസിസ്കോയെയും 3 മണിക്കൂർ ട്രെയിൻ യാത്രയിലൂടെ ബന്ധിപ്പിക്കുന്ന കാലിഫോർണിയയിലെ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കുള്ള $175 മില്യൺ ഫണ്ടിംഗ് കൂടി ട്രംപ് ഭരണകൂടം റദ്ദാക്കുന്നു. പദ്ധതിക്കുള്ള ഫെഡറൽ ഗ്രാന്റായി $4 ബില്യൺ ഈ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ഈ നീക്കം. വിശദമായ റിപ്പോർട്ട് USA റൗണ്ടപ്പിൽ. ഹാർഡ്വാർഡിൽ നിന്ന് $500 മില്യൺ കുറയാതെ സർക്കാരിന് ലഭിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹാർഡ്വാർഡും US ഭരണകൂടവും തമ്മിൽ കോടതി കയറിയ തർക്കങ്ങൾ രൂക്ഷമാകുന്നു. വിശദമായ റിപ്പോർട്ട് USA റൗണ്ടപ്പിൽ. കാനഡയിൽ വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട് തീർപ്പാക്കേണ്ട പരാതികളുടെ എണ്ണം 2028 ആകുമ്പോഴേക്കും 1,26,000 വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. 2028 ആകുമ്പോഴേക്കും 45% വരെ പരാതികളുടെ എണ്ണം ഉയരുമെന്നാണ് റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ട് USA റൗണ്ടപ്പിൽ. ഇനി UK യൂറോപ്പ് റൗണ്ടപ്പ്. ഇംഗ്ലണ്ടിലെ വൈദ്യുതി ഗ്യാസ് നിരക്ക് കുത്തനെ കൂടും. ഇംഗ്ലണ്ടിലെ വൈദ്യുതി ഗ്യാസ് നിരക്കടക്കം ഊർജ്ജ നിരക്കുകൾ കുത്തനെ കൂടുമെന്ന സൂചന നൽകി റെഗുലേറ്റർ ഓഫ് ജം. ദശലക്ഷക്കണക്കിന് വീടുകൾക്ക് ഈ ശരത്കാലത്ത് അതിന്റെ ഏറ്റവും പുതിയ വിലപരിധി പ്രഖ്യാപിക്കും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഗ്യാസ്, വൈദ്യുതി വിലകളിൽ നേരിയ വർധനവ് ഉണ്ടാകുമെന്ന് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. പുതിയ വിലപരിധി പ്രാബല്യത്തിൽ വരുമ്പോൾ സാധാരണ അളവിൽ ഊർജ്ജം ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഊർജ്ജ ബിൽ പ്രതിവർഷം 17 പൗണ്ട് വർദ്ധിച്ച് 1737 പൗണ്ട് ആകുമെന്ന് കോൺവാൾ ഇൻസൈറ്റ് എന്ന ഊർജ്ജ കൺസൾട്ടൻസിയിലെ വിദഗ്ധർ പ്രവചിച്ചു. സാധാരണ സംബന്ധിച്ചാണിത്. ഊർജ്ജവിലയിൽ 1% വാർഷിക വർധനവ് ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലെ ഏകദേശം 21 ദശലക്ഷം വീടുകൾക്ക് ഗ്യാസ്, വൈദ്യുതി എന്നിവയുടെ ഓരോ യൂണിറ്റിനും ഈടാക്കാവുന്ന പരമാവധി തുക ഓഫ് ജമിന്റെ വില പരിധി നിശ്ചയിക്കും. മൊത്ത വ്യാപാര വിപണിയിലെ ഊർജ്ജ ചെലവിനെ അടിസ്ഥാനമാക്കി ഓഫ് ജം ഓരോ 3 മാസത്തിലും വീടുകൾക്കുള്ള വില പരിധി നിശ്ചയിക്കുന്നുണ്ട്. അധികാരം കയ്യിൽ കിട്ടിയാൽ കുടിയേറ്റക്കാരെ നാടുകടത്തും. അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ 5 വർഷത്തിനുള്ളിൽ 6 ലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്താൻ തയ്യാറാണെന്ന് റിഫോം UK വക ഇംഗ്ലണ്ടിന് വാഗ്ദാനം. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ പ്രകാരം ചെറിയ ബോട്ടുകളിൽ UKയിലേക്ക് വരുന്ന എല്ലാവരെയും രാജ്യത്ത് അഭയം തേടുന്നതിൽ നിന്ന് തന്റെ പാർട്ടി വിലക്കുമെന്ന് റിഫോം UK നേതാവ് നിക്കൽ ഫാരേജ് പറഞ്ഞത് ഭരിക്കുന്ന ലേബർ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ്.
അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ പേയ്മെന്റുകളോ സഹായമോ വാഗ്ദാനം ചെയ്യുന്നതിന് 2 ബില്യൺ പൗണ്ട് ലഭ്യമാക്കുമെന്നും സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ നടപടിയെടുക്കുമെന്നും നിഖൽ ഭാരേജ് ഉറപ്പു നൽകുന്നു. അതേസമയം ഈ വർഷം ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ തങ്ങൾ പ്രഖ്യാപിച്ച ആശയങ്ങൾ റിഫോം പാർട്ടി പകർത്തിയതായി ലേബർ പാർട്ടി ആരോപിച്ചു. തങ്ങളുടെ ആശയങ്ങൾ റിഫോംകാർ അതേപടി പകർത്തിയെന്ന അവകാശവാദവുമായി ടോറികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഓണം ആഘോഷിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനേഴ്സ്. യുകെയിലെ വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനേഴ്സ്. ലണ്ടനിൽ ജീവിക്കുന്നവരും യുകെ തലസ്ഥാനത്തു നിന്ന് രാജ്യത്തിന്റെ നാനാഭാഗത്തേക്ക് ചേക്കേറിയവരും ഒരുമിക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ഓണാഘോഷം ഇത്തവണയും മികവുറ്റതാക്കി. വെംബ്ലി സഡ്ബറി ഹാളിൽ നടന്ന ആവേശകരമായ ആഘോഷത്തിൽ ഷെഫ് ഫൈബിന്റെയും തോമസ് ജോയുടെയും നേതൃത്വത്തിൽ ഒരുക്കിയ 26 കൂട്ട് ഓണസദ്യ, മികവുറ്റ പ്രൊഫഷണൽ കലാപരിപാടികൾ എന്നിവയും ശ്രദ്ധേയമായി. 100-ൽ പരം ദിവസങ്ങളായി 100ഓളം കലാകാരന്മാരും സംഘാടകരും ഒന്നിച്ചു പ്രയത്നിച്ചു. മാള സ്വദേശി ചാൾസ് നയിച്ച ആഘോഷങ്ങളിൽ റാൽഫ് അറയ്ക്കൽ, അനൂപ് ജോസഫ്, അശ്വതി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കലാപരിപാടികൾ അരങ്ങേറിയത്. അരുൺ കൊച്ചുപുരയ്ക്കൽ, ഷിനോ ജോർജ്, മേൽജോ, തോമസ് ജോ എന്നിവരുടെ മേൽനോട്ടത്തിൽ 25 അംഗ കമ്മിറ്റിക്കായിരുന്നു ആഘോഷങ്ങളുടെ ചുമതല. ഫ്രാൻസിൽ കടുത്ത ഭരണ പ്രതിസന്ധിയിൽ. ജനപ്രീതിയില്ലാത്ത ചെലവ് ചുരുക്കൽ ബജറ്റിനെയും കടം കുറയ്ക്കൽ പദ്ധതിയെയും ചൊല്ലിയുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും ഫ്രാൻസിൽ കടുത്ത ഭരണ പ്രതിസന്ധി. അടുത്ത മാസം നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ഫ്രാങ്കോയിസ്റ്റ് ബെയ്റൂവിന്റെ ന്യൂനപക്ഷ സർക്കാർ വീഴുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ ഫ്രാൻസ് മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് വിശ്വാസ വോട്ടെടുപ്പ് നടത്താനുള്ള അപ്രതീക്ഷിത തീരുമാനത്തോട് പോരാടുമെന്ന് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റൂ പറഞ്ഞു. തീവ്ര വലതുപക്ഷ, ഇടതുപക്ഷ, പ്രതിപക്ഷ പാർട്ടികൾ ബെയ്റൂവിനെ താഴെ ഇറക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. പറക്കൽ പരിശീലനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഐൽ ഓഫ് വൈറ്റിലെ ഷാംഗ്ലിനും വൈറ്റ്ലി ബാങ്കിനും ഇടയിൽ പറക്കൽ പരിശീലനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് ദമ്പതികളടക്കം 3 പേർ മരിച്ചു. പൈലറ്റ് ഉൾപ്പെടെ 4 പേർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ വെന്നോറിനടുത്തുള്ള ഒരു വയലിൽ തകർന്നു വീണതായി ഓപ്പറേറ്ററായ നോർത്തുംബ്രിയ ഹെലികോപ്റ്റേഴ്സ് പറഞ്ഞു. കുതിരസവാരി പരിശീലകയായ 52-കാരിയായ ജസ്റ്റിന സോസ്കയും അവരുടെ പങ്കാളിയായ വോഡെക് കോവാൾക്കോവ്സ്കിയുമാണ് മരിച്ച ദമ്പതികൾ. അപകടത്തിൽ മരിച്ച 3-ാമത്തെ വ്യക്തി ലിങ്കൺഷെയറിലെ ബാർട്ടൺ ഓഫ് ഹംഗറിൽ നിന്നുള്ള 54 വയസ്സുള്ള സൈമൺ ഹെവിറ്റ് ആണെന്ന് ഹാംഷെയറും ഐൽ ഓഫ് വൈറ്റ് കോൺസ്റ്റാബിലറിയും അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് വ്യോമയാന അപകട അന്വേഷണ ബ്രാഞ്ച് അറിയിച്ചു. യുകെ സർവകലാശാലകളിൽ ചേരാൻ 30 വിദ്യാർത്ഥികളെ കൂടി സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ലേബർ സർക്കാർ അംഗീകാരം നൽകി. അടുത്ത മാസം ഗാസയിൽ നിന്ന് യുകെ സർവകലാശാലകളിൽ ചേരാൻ 30 വിദ്യാർത്ഥികളെ കൂടി സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ലേബർ സർക്കാർ അംഗീകാരം നൽകി. എന്നാൽ അവരുടെ ഒഴിപ്പിക്കൽ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇസ്രായേലിന്റെ അംഗീകാരത്തിനായി ശ്രമിക്കുകയാണ് സർക്കാർ. യുകെയിലെ പ്രമുഖ സർവകലാശാലകളിൽ 9 വിദ്യാർത്ഥികൾക്ക് ഗസയിൽ നിന്ന് അവസരമൊരുക്കുമെന്ന് കഴിഞ്ഞയാഴ്ച സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഇവരുടെ എണ്ണം ആകെ 39 ആയി. പാചകം ചെയ്യാത്ത 3 പാക്കറ്റ് ഇൻസ്റ്റന്റ് നൂഡിൽസ് കഴിച്ചതിനെ തുടർന്ന് ഈജിപ്തിലെ കെയ്റോയിൽ നിന്നുള്ള 13-കാരൻ മരണമടഞ്ഞതായി റിപ്പോർട്ട്. പേര് വെളിപ്പെടുത്താത്ത കൗമാരക്കാരന് ട്രൈ നൂഡിൽസ് കഴിച്ച് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഈ ബാലന്റെ മരണത്തെ തുടർന്ന് കടയുടമയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ മൃതദേഹത്തിൽ നടത്തിയ ഓട്ടോപ്സിയിൽ ശരീരത്തിൽ വിഷാംശമില്ല എന്ന് തെളിഞ്ഞു. ഒന്നുകിൽ ചെറുകുടലിലെ ഏതെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ വലിയ അളവിൽ പാചകം ചെയ്യാത്ത നൂഡിൽസ് കഴിച്ചത് മൂലമുണ്ടായ ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾ കാരണമോ ആയിരിക്കും മരണമെന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത്. റൈൻ എയർ യാത്രാമധ്യേ ആകാശത്ത് വെച്ച് ഒരു യാത്രക്കാരി വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ചു. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്നും മൊറോക്കോയിലെ അഗാഡിറിലേക്ക് പോവുകയായിരുന്ന റൈൻ എയർ വിമാനം മാഞ്ചസ്റ്ററിൽ തന്നെ തിരിച്ചിറക്കി. വിമാനം പറന്നുയർന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചിറക്കിയതെന്ന് ഫ്ലൈറ്റ് റഡാർ 24ന്റെ ഡാറ്റ കാണിക്കുന്നു. വാതിൽ തുറക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും അതിന്റെ പ്ലാസ്റ്റിക് കവറിംഗ് നീക്കം ചെയ്യാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും സഹയാത്രികർ അവരെ തടയാനായി. അതിനുശേഷമാണ് വിമാന ജീവനക്കാരെ വിവരമറിയിച്ചത്. ഉടനടി ആ യാത്രക്കാരിയെ എമർജൻസി എക്സിറ്റിന് സമീപമുള്ള സീറ്റിൽ നിന്നും മാറ്റി മറ്റൊരിടത്ത് ഇരുത്തുകയായിരുന്നു. തുടർന്നായിരുന്നു വിമാനം മാഞ്ചസ്റ്ററിലേക്ക് തന്നെ തിരികെ പറന്നത്. വിമാനത്താവളത്തിലെത്തിയ ഉടൻ തന്നെ മാഞ്ചസ്റ്റർ പോലീസ് യാത്രക്കാരിയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് വിമാനം പറന്നുയർന്നത്. പൗണ്ട്ലാൻഡ്സ് യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 സ്റ്റോറുകൾ കൂടി പുനഃസംഘടനയുടെ ഭാഗമായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു.
ഒരു പൗണ്ട് വിലയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കുന്നതിൽ പ്രശസ്തരായ ഈ ശൃംഖല 1990-ലാണ് സ്ഥാപിതമായത്. UK-യിൽ വിവിധ ഇടങ്ങളിലായി നൂറുകണക്കിന് ശാഖകളാണ് ഇവർക്കുണ്ടായിരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ശൃംഖലയുടെ യഥാർത്ഥ ഉടമകളായ പോളിഷ് കമ്പനിയായ പെപ്കോ ഗ്രൂപ്പ് ശൃംഖല അമേരിക്കൻ ആസ്ഥാനമായ ഗോൾഡോർ ബ്രദേഴ്സിനെ വിറ്റിരുന്നു. ശൃംഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി 80 മില്യൺ പൗണ്ടിന്റെ മുടക്കുമുതൽ കൊണ്ടുവരുമെന്ന് ഗോൾഡോർ ബ്രദേഴ്സ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ശൃംഖലയുടെ നിലനിൽപ്പിനായി 12 സ്റ്റോറുകൾ കൂടി അടച്ചുപൂട്ടുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം അവർ അറിയിച്ചത്. ഓഗസ്റ്റ് മാസത്തിൽ 48 സ്റ്റോറുകൾ അടച്ചുപൂട്ടുമെന്നും പിന്നീട് ഒക്ടോബർ പകുതിയോടെ മറ്റ് 70 സ്റ്റോറുകൾ കൂടി അടച്ചുപൂട്ടുമെന്നും ഇവർ നേരത്തെ അറിയിച്ചിരുന്നു. മൊത്തം 800 സ്റ്റോറുകളാണ് ഈ ശൃംഖലയ്ക്ക് കീഴിലുള്ളത്. ഈ മാസം ഇതിനോടകം 25 സ്റ്റോറുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ഒരു വർഷം മുൻപ് സ്കോട്ടിഷ് സർക്കാർ വാഗ്ദാനം ചെയ്ത പുതിയ ഉപകരണങ്ങളിലെ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫെർഗൂസൺ കപ്പൽശാല. കൂടുതൽ കാര്യക്ഷമമാകുന്നതിനും പുതിയ ഓർഡറുകൾ നേടുന്നതിനും സഹായിക്കുന്നതിന് കപ്പൽശാലയ്ക്ക് 2 വർഷത്തിനുള്ളിൽ 14.2 മില്യൺ പൗണ്ട് ലഭിക്കുമെന്ന് ഡെപ്യൂട്ടി ഫസ്റ്റ് മിനിസ്റ്റർ കേറ്റ് ഹോബ്സ് കഴിഞ്ഞ വർഷം ജൂണിൽ പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റീൽ പ്ലേറ്റുകൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള പുതിയ പാനൽ ലൈൻ പോലുള്ള പ്രധാന ഇനങ്ങൾക്കായി കുറച്ചു മാസങ്ങൾക്ക് ശേഷം സംഭരണ ഓർഡറുകൾ പുറപ്പെടുവിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഈ നോട്ടീസുകൾ മാർച്ചിൽ പിൻവലിച്ചതായി റിപ്പോർട്ടുണ്ട്. 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷം അതിഗംഭീരമാക്കാൻ മലയാളി അസോസിയേഷൻ ഓഫ് ദ UK, ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയും മറ്റനേകം ഇന്ത്യൻ അസോസിയേഷനുകളുടെ പിന്തുണയോടെയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30-ന് ഹെയ്സിലെ നൌന സെന്ററിൽ രാവിലെ 10:30-നാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക. തികച്ചും സൗജന്യമായ പ്രവേശനമായിരിക്കും പരിപാടിയിലേക്ക് ഉണ്ടാവുക. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളും കേരള വിഭവങ്ങളുടെ സ്റ്റാളുകളും സൗജന്യ എക്സിബിഷനുകളും വർക്ക്ഷോപ്പുകളും ഉണ്ടാകും. UK കളരി ടീം കളരിപ്പയറ്റ് അവതരിപ്പിക്കും. ഇനി USA കാനഡ റൗണ്ട് അപ്പ്. കാലിഫോർണിയയുടെ ഹൈസ്പീഡ് ട്രെയിനിന് പാളം വലിച്ച് ട്രംപ്. ലോസ് ഏഞ്ചൽസിനെയും സാൻ ഫ്രാൻസിസ്കോയെയും 3 മണിക്കൂർ ട്രെയിൻ യാത്രയിലൂടെ ബന്ധിപ്പിക്കുന്ന കാലിഫോർണിയയിലെ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കുള്ള $175 മില്യൺ ഫണ്ടിംഗ് കൂടി ട്രംപ് ഭരണകൂടം റദ്ദാക്കുന്നു. ഇതോടെ സംസ്ഥാനത്തിന്റെ ഏറെ വൈകി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്ക് മറ്റൊരു തിരിച്ചടി കൂടിയായി. ഗ്രേഡ് സെപ്പറേഷൻ, ഓവർ ക്രോസിംഗ് ഡിസൈൻ ജോലികൾ, മഡേരിയ ഒരു അതിവേഗ ട്രെയിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ എന്നിവയ്ക്കുള്ള $175 മില്യൺ ധനസഹായം ചൊവ്വാഴ്ച പിൻവലിക്കുകയാണെന്നും US ഗതാഗത വകുപ്പ് അറിയിച്ചു. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്കായി ഫെഡറൽ ഗ്രാന്റായി $4 ബില്യൺ ഈ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ഈ നീക്കം. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് ജൂലൈയിൽ കാലിഫോർണിയ ധനസഹായം പിൻവലിക്കുന്നതിനെ ചോദ്യം ചെയ്ത് കേസ് ഫയൽ ചെയ്തു. ലോസ് ഏഞ്ചൽസിനെയും സാൻ ഫ്രാൻസിസ്കോയെയും 3 മണിക്കൂർ ട്രെയിൻ യാത്രയിലൂടെ ബന്ധിപ്പിക്കുവാനുള്ള 16 വർഷത്തെ ശ്രമത്തിന് ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കൽ തടസ്സമായിട്ടിരിക്കുന്നു. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വേഗതയേറിയ പാസഞ്ചർ റെയിൽ സേവനം നൽകുന്ന ഒരു പദ്ധതിയാണ്. തർക്കം തുടരുന്നു. ഹാർവാർഡിൽ നിന്നും പണം ആവശ്യപ്പെട്ട് ട്രംപ്. ഡൊണാൾഡ് ട്രംപും ഹാർവാർഡും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. ഐവി ലീഗ് സർവകലാശാലയ്ക്ക് കോടിക്കണക്കിന് ഡോളർ ഫെഡറൽ ഫണ്ടിംഗ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു വ്യവസായി ഹാർവാർഡിൽ നിന്നും $500 മില്യൺ കുറയാത്ത ഒന്നും തന്റെ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുക്കുന്നു. ഹാർവാർഡുമായി ചർച്ച നടത്തരുത്, അവർ വളരെ മോശമായി പെരുമാറിയെന്നും ട്രംപ് തന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോണിനോട് മന്ത്രിസഭാ യോഗത്തിൽ പറയുകയും ചെയ്തു. ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് യഹൂദ വിരുദ്ധരെ അടിച്ചമർത്താൻ ഹാർവാർഡ് വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന സർക്കാരിന്റെ ആരോപണത്തിനെതിരെ മാസങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. ഏപ്രിലിൽ ഫണ്ട് വെട്ടിക്കുറച്ചതിനെയും ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് നൽകിയ ആദ്യത്തെ സർവകലാശാലയെ ഹാർവാർഡ് മാറി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കോളേജിൽ ചേർക്കുന്നത് തടയാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ അടുത്ത മാസം ഹാർവാർഡ് വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നു. സെലൻസ്കിയും പുടിനും തമ്മിൽ കാണാത്തതിന് കാരണം ഇത്. എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് 3 വർഷമായിട്ടും അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകാത്തത്? പുടിൻ എന്തുകൊണ്ടാണ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താത്തത്? അതിനൊരു ഉത്തരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ചയ്ക്ക് വിമുഖത കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് പുടിൻ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അത്ര താല്പര്യം കാണിക്കാത്തത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് കാരണം അദ്ദേഹത്തിന് സെലൻസ്കിയെ ഇഷ്ടമില്ല എന്ന് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ ട്രംപ് മറുപടി നൽകിയത്. കഴിഞ്ഞയാഴ്ച റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ശ്രമിക്കുകയും പിന്നീട് പുടിനുമായുള്ള ഫോൺ കോളിലൂടെ സംസാരിച്ചെന്നും എന്നാൽ കാര്യമായ പുരോഗതിയില്ലെന്നും ട്രംപ് പറഞ്ഞു. പുടിനുമായി താൻ നടത്തുന്ന ഓരോ സംഭാഷണവും നല്ലതാണെന്ന് പറഞ്ഞ ട്രംപ് നിർഭാഗ്യവശാൽ കീവിലോ മറ്റെവിടെയെങ്കിലുമോ അവർ ബോംബ് പൊട്ടിക്കുമെന്ന് തനിക്ക് അതിൽ വളരെ ദേഷ്യമുണ്ടെന്നും പറഞ്ഞു.
കാനഡയിൽ എയർ ട്രാവൽ കംപ്ലൈന്റുകൾ 2028 ആകുമ്പോഴേക്കും കുത്തനെ ഉയരും. കാനഡയിൽ വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട് തീർപ്പാക്കേണ്ട പരാതികളുടെ എണ്ണം 2028 ആകുമ്പോഴേക്കും 1,26,000 വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. ആക്സസ് ടു ഇൻഫർമേഷൻ പ്രകാരം ഗോ പബ്ലിക്കേഷൻ ലഭിച്ച പുതിയ ഡാറ്റയിൽ എയർ ട്രാവൽ കംപ്ലൈന്റ് ബ്ലാക്ക് ലോഗ് കുത്തനെ വർദ്ധിച്ചു. 2028 ആകുമ്പോഴേക്കും 45% വരെ പരാതികളുടെ എണ്ണം ഉയരുമെന്നാണ് റിപ്പോർട്ട്. പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള CTA രീതിയിലാണ് നീണ്ട കാലതാമസമെന്നും ആരോപണമുണ്ട്. പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള സംവിധാനം വളരെ സങ്കീർണമാണെന്നും എയർ പാസഞ്ചർ റൈറ്റ്സ് സ്ഥാപകൻ ഗാബോർ ലൂക്കാസ് പറയുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് പരിഹരിക്കേണ്ടതുണ്ട് എന്ന് വിമാനയാത്രക്കാരുടെ സംരക്ഷണം മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഫ്രീലാൻഡിന്റെ വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇല്ലിനോസിലെ ഗവർണറുടെ തൂക്കം നോക്കി ട്രംപ്. ചിക്കാഗോയിലെ തെരുവുകളിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് നല്ല അവസ്ഥയിലല്ല എന്ന് പ്രതികരിച്ച് ഇല്ലിനോയ്സിലെ ഡെമോക്രാറ്റിക് ഗവർണർ JB പ്രിസ്കറിന് ഭാരം കൂടുതലാണ് എന്നും ജിമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് തിങ്കളാഴ്ച ട്രംപ് പറഞ്ഞതിനുള്ള മറുപടിയാണിത്. പ്രസിഡന്റ് സ്ഥാനത്തിനായി 2024 താൻ വിജയകരമായി പ്രചാരണം നടത്തുമ്പോൾ ഇലിനോയ്സ് ഗവർണർ തന്റെ സംസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ തിരക്കിലായിരുന്നു എന്നും ട്രംപ് കളിയാക്കുന്നു. എന്നാൽ ട്രംപിന്റെ പുച്ഛത്തിന് ശക്തമായ മറുപടി നൽകിയ പ്രിസ്കർ ഭാരം സംബന്ധിച്ച ചോദ്യത്തെക്കുറിച്ച് ഒരാൾക്ക് അറിവ് ആവശ്യമാണ്. തീർച്ചയായും പ്രസിഡന്റ് തന്നെ നല്ല നിലയിലല്ല എന്നാണ് പ്രതികരിച്ചത്. ഇംഗ്ലീഷ് ടീച്ചറും ജിം ടീച്ചറും വിവാഹിതരാകുന്നു. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം. പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റും ഫുട്ബോൾ താരം ട്രാവിസ് കെൽസും വിവാഹിതരാകുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന വാർത്തകൾ ഇരുവരും ആരാധകരുമായി പങ്കുവച്ചു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് വാർത്ത പുറത്തുവിട്ടത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറും ജിം ടീച്ചറും വിവാഹിതരാകുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഇരുവരും ചിത്രങ്ങൾ പങ്കുവച്ചത്. 2023 ടൈലർ സ്വിഫ്റ്റും ട്രാവൽ കെൽസും ഡേറ്റിംഗ് തുടങ്ങിയത്. കൻസാസിൽ നടന്ന സ്വിഫ്റ്റിന്റെ സംഗീത നിശയിൽ കെൽസ് പങ്കെടുത്തിരുന്നു. അന്നു മുതലാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത് എന്നാണ് റിപ്പോർട്ടുകൾ. വിവാഹത്തെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. കോടികൾ ചെലവഴിച്ച് ടൈലർ സ്വിഫ്റ്റ് അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ ഹൈവാച്ച് എന്ന തന്റെ ആഡംബര വസതി മോടി പിടിപ്പിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. 14 കോടി മുടക്കി വീട് മോടി പിടിപ്പിക്കുന്നത് ട്രാവിസ് കെൽസിനൊപ്പം അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. രക്ഷകരായി കെൻഡക്കി സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം. കെൻഡക്കി ഓൾഫ് കൗണ്ടിയിൽ ഹോട്ട് ടബിൽ അപകടത്തിൽപ്പെട്ട 2 വൃദ്ധ സ്ത്രീകളെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. കെൻഡക്കി റിസർച്ച് ആൻഡ് റെസ്ക്യൂ ടീം പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച രാത്രി 8:40 സംഭവം. 80 വയസ്സുള്ള 4 സ്ത്രീകൾ റെഡ് റിവർ ഗോർജിന് സമീപം ലെക്സിംഗ്ടണിന് ഏകദേശം 70 മൈൽ തെക്കു പടിഞ്ഞാറ് ഒരുമിച്ച് വാരാന്ത്യം ആഘോഷിക്കുന്നതിനിടെ ഹോട്ടബിൽ പ്രവേശിച്ചതായിരുന്നു. സ്ത്രീകൾ ഹോട്ടബിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്ന് വോൾഫ് കൗണ്ടി സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം മേധാവി ജോൺ മെയിൻ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്ത്രീകൾക്ക് ഹോട്ടബിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഹോട്ടബിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്തതിനാൽ അവർ അമിതമായി ചൂടാവുകയും പിന്നീട് ബോധരഹിതരാവുകയും ചെയ്തു. അടിയന്തര സേവന ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇരുവരെയും പുറത്തേക്കെടുത്തത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട്. ഇനി ആനന്ദ് ട്രാവൽ പൗണ്ട് യൂറോ ഡോളർ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 117.99 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.69 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 101.89 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.35 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ഷാർജയുടെ വികസനത്തിന് വേഗം കൂട്ടി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സ്റ്റേഷൻ എമിറേറ്റ്സിൽ തുറക്കുന്നു. ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിക്ക് സമീപമാണ് എമിറേറ്റ്സിലെ ആദ്യ സ്റ്റേഷൻ വരുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ UAE വിവിധ എമിറേറ്റ്സുകളിലേക്കുള്ള യാത്ര സുഗമമാകും.
വിദൂരയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഷാർജയിലെ താമസക്കാർക്ക് എളുപ്പം എത്തിച്ചേരാനും പാസഞ്ചർ സർവീസിലൂടെ സാധിക്കും. ഷാർജ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്കും ഇത് ഏറെ ഗുണം ചെയ്യും. വേനൽ അവധിക്ക് ശേഷം സൗദി അറേബ്യയിൽ വിപണിയിൽ മുട്ടവില നേരിയ തോതിൽ ഉയർന്നു. സ്കൂൾ തുറന്നതോടെ പലവിധ ഭക്ഷണങ്ങളിലും പലഹാരങ്ങളിലും ചേർക്കുന്നതിനായി മുട്ടയുടെ ആവശ്യം വർദ്ധിച്ചതും കണക്കിലെടുത്ത് ചില്ലറ വിൽപ്പന മൊത്ത വിപണികളിൽ 10% വില വർധനമാണ് മുട്ടയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. 30 എണ്ണമുള്ള ഒരു ട്രേ മുട്ടയുടെ വില 14 റിയാലിൽ നിന്ന് 18 റിയാലായി ഉയർന്നു. അതേസമയം 12 എണ്ണമുള്ള ട്രേയുടെ ഒരു കാർട്ടൺ മുട്ടയുടെ വില 165 റിയാലിൽ നിന്ന് 215 റിയാലായി ഉയർന്നു. സമുദ്ര പരിസ്ഥിതി നിയമം ലംഘിക്കുന്നവർക്കെതിരായ നിയമം കടുപ്പിച്ച് കുവൈറ്റ്. കുറ്റക്കാർക്ക് 6 മാസം തടവും 2 ലക്ഷം കുവൈറ്റ് ദിനാർ പിഴയുമാണ് ശിക്ഷ. പെട്രോൾ, അതിന്റെ ഉൽപ്പോൽപ്പന്നം, വിഷദ്രാവകങ്ങൾ, സംസ്കരിക്കാത്ത മലിനജലം, രാസവസ്തുക്കൾ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, ദോഷകരമായ ഊർജ്ജ രൂപങ്ങൾ തുടങ്ങിയവ നിരോധിത മലിന വസ്തുക്കളിൽ ഉൾപ്പെടും. രാജ്യത്തെ ജലാശയങ്ങളെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും. ജമ്മു കാശ്മീരിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഇതുവരെ 13 പേർക്ക് ജീവൻ നഷ്ടമായി. നദികൾ കരകവിഞ്ഞൊഴുകുന്നതും പലയിടത്തും വെള്ളം കയറിയതും ഭീഷണിയാണ്. മഴയെ തുടർന്നുണ്ടായ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. പലയിടത്തും പാലം തകർന്നു. തിങ്കളാഴ്ച മുതൽ കനത്ത മഴയാണ് ജമ്മു മേഖലയിൽ അനുഭവപ്പെടുന്നത്. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഉയർന്ന മഴയാണ് ഇവിടെ പെയ്യുന്നത്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം റോഡുകളും പാലങ്ങളും തകർന്നു. പല വീടുകളും വെള്ളത്തിനടിയിലായി. നിരവധി പേർ മാറി താമസിച്ചു. ട്രെയിൻ ഗതാഗതവും താറുമാറായി. ജമ്മു, കത്ര സ്റ്റേഷനുകളിൽ നിർത്തുകയോ അവിടെ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന 22 ട്രെയിനുകൾ റദ്ദാക്കി. കിഷ്ത്വാർ, ദോഡ, രജൌരി ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വീടുകളും കാലിത്തൊഴുത്തുകളും തകർന്നിട്ടുണ്ട്. കിഷ്ത്വാറിലെ പദ്ധർ റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. റാംനഗർ, ഉധംപൂർ, ജംഗൽവാർ, തത്രി റോഡുകൾ ഉരുൾപൊട്ടൽ മൂലം തടസ്സപ്പെട്ടു. രവി നദിയുടെ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങി. ചെനാബ് നദിയിലും ജലനിരപ്പ് ഉയർന്നു. സാംബയിലെ ബസന്തർ നദിയും കരകവിഞ്ഞ നിലയിലാണ്. KCL 2ാം സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ആദ്യ തോൽവി. അവസാനം വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് 5 വിക്കറ്റിനാണ് കൊച്ചിയെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തൃശൂർ അവസാന പന്തിൽ ലക്ഷ്യത്തിലെത്തി. ഹാട്രിക് അടക്കം 5 വിക്കറ്റ് വീഴ്ത്തിയ AK അജിനാസ് ആണ് കളിയിലെ താരം. തുടർച്ചയായ 2ാം മത്സരത്തിലും സൂപ്പർ താരം സഞ്ജു സാംസൺ തന്നെയായിരുന്നു കൊച്ചിയുടെ ഇന്നിംഗ്സിനെ മുന്നിൽ നിന്ന് നയിച്ചത്. 2ാം ഓവറിൽ തന്നെ ഓപ്പണർ വിനു മനോഹർ പുറത്തായെങ്കിലും തുടർന്നെത്തിയ മുഹമ്മദ് ഷാനുവും സഞ്ജുവും ചേർന്ന് കൊച്ചിക്ക് മികച്ച തുടക്കം നൽകി. ആനന്ദ് ജോസഫ് എറിഞ്ഞ 4ാം ഓവർ മുതൽ സഞ്ജു ആഞ്ഞടിച്ചു. 2 സിക്സും 1 ഫോറും അടക്കം 18 റൺസാണ് ഈ ഓവറിൽ സഞ്ജു നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.